കുഴിയെടുക്കാതെ വാഴയൊന്നു വെക്കാമെന്ന് വെച്ചാൽ നല്ലൊരു വിത്ത് തന്നെ വേണം. വെറുതെ വച്ചിട്ട് പോകാനുള്ള ഉദ്ദേശത്തിലല്ല, സമയവും കാലവും ഒക്കെ നോക്കിയുള്ള ഒരു കൃഷി ആരംഭം തന്നെയാണ്. കൃഷിയിടം ഏതെന്നല്ലേ? അടൂർ ചൂരക്കോട് മർത്തോമാപ്പള്ളി MC റോഡ് കിളിവയൽ പാത 2.5 കിലോമീറ്റർ ഭാഗം കൃഷിക്ക് അനുയോജ്യം. ഇടയ്ക്കെല്ലാം മഴ കിട്ടുന്നതിനാൽ ജലസേചനത്തിന് വേറെ മാർഗം തൽക്കാലം വേണ്ടതുമില്ല. എന്നാൽ പിന്നെ വിത്തിറക്കുകയല്ലേ. വെറുതെ പിഴുത ഒരു വാഴത്തൈ അവിടെ കൊണ്ട് വെക്കാൻ സൗകര്യത്തിന് ഇവിടുത്തെ ഭരണാധികാരികൾ കുഴി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇത് 1-2 ദിവസമായിട്ടല്ല, 4-5 വർഷം കൊണ്ട് ഇതാണ് അവസ്ഥ. ഇനിയിപ്പം ഇതേപോലെ തന്നെ വണ്ടികളുടെയും ഓട്ടോ തൊഴിലാളികൾ സമരത്തില്, BMS സമരത്തില് എല്ലാവരും തുടർ ദിവസങ്ങളിൽ സമര പരമ്പരകളുമായിട്ട് പോകുന്നതാണ് അറിയാൻ സാധിച്ചത്. വാഴ വളർത്താൻ തന്നെയാണ് തീരുമാനം. നല്ലതുപോലെ വളമിട്ട് വെള്ളം കോരും. കുല വെട്ടാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാനിപ്പം എന്താണ്ട് പശുവിൻ്റെ പാലും കറന്നിട്ട് പല വീടുകളിലും വിൽക്കാൻ നടന്നേ. ഈ റോഡിൽ കൂടെ വേണം ഞാൻ പാല് കൊണ്ടുവരാൻ. എങ്ങനെ കൊണ്ടുവരും? കൊണ്ടുവരുമ്പം വണ്ടി എടുത്തിടും. പാലിനകത്ത് കുപ്പിയുടെ അല്ലെങ്കിൽ അടപ്പളവും അത് പോവും. പിന്നെ അത് അവിടെ ചെല്ലുമ്പോൾ ചെറിയ ലിറ്ററിനകത്ത് ഒരു 10 മില്ലി കുറയും. ഞാനെന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ. ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തന്നൂപ്പുഴയുടെ വീട്ടിലേക്ക് ഈ കൃഷിയിടം കടന്നാണ് പോകേണ്ടത്. നമ്മൾ ഈ വാഴ നട്ടത് തന്നെ പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കിയാണ്. അവർ കാരണം ഒരു വാഴയാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വാഴ നട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് യാത്ര ചെയ്യുന്ന വഴിയാണിത്. പുള്ളിക്ക് കാണാൻ പറ്റിയില്ല, പിന്നെ ആര് കാണാനാണ് ഈ റോഡ്? എന്നാൽ വാഴ കുലയ്ക്കാൻ അനുവദിക്കില്ലെന്നാണ് ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കൃഷിഭൂമി നവീകരണത്തിന് പഞ്ചായത്ത് 9 ലക്ഷവും നീക്കിവെച്ചു. ടെൻഡറിൽ പക്ഷേ ഒരാൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതിനാൽ റീടെൻഡർ ക്ഷണിക്കും. ചുരുക്കത്തിൽ വാഴയ്ക്ക് കുടം വരും മുൻപേ കൃഷിഭൂമി തരം മാറ്റുമെന്നാണ് അവകാശവാദം. എന്തായാലും വാഴയുടെ വളർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാലെ, നല്ല വളക്കൂറാണെന്ന് തോന്നുന്നു റോഡിലല്ലേ? ആളുകള് രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? അതേസമയം തന്നെ ഗ്രാമീണ മേഖലയിലെ ചുരുക്കം ചില റോഡുകൾ ഗതാഗതയോഗ്യമല്ലാതായിട്ട് ഏറെക്കാലമായി. അത് യഥാവിധി ഗതാഗതയോഗ്യമാക്കാൻ വേണ്ടത്ര ശ്രദ്ധ ഗ്രാമപഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് താനും. ഇപ്പോൾ സൂചിപ്പിച്ച ഈ പ്രതിഷേധം എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം വെറും വാഴയാണ്, അതിനാൽ വാഴക്കൃഷി ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം, ആ നിലപാട് ഉയർത്തിക്കൊണ്ടാണ് BJP പ്രവർത്തകർ അടൂരിലേത് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് കേവലം പ്രതിഷേധമല്ല. കഴിഞ്ഞ 2 ദിവസമായി ആ മേഖലയിൽ മഴയില്ലാത്തതിനാൽ BJP പ്രവർത്തകർ വാഴയ്ക്ക് വെള്ളമൊഴിക്കുന്നുണ്ട്. 2 ആഴ്ച കൂടി പിന്നിടുമ്പോൾ വളമിടണം എന്നുള്ളതും മുക്കിന് ഇനി വാഴ വയ്ക്കണം എന്നുള്ള ആലോചനയും അവർക്കുണ്ട്. എന്തായാലും കുഴ വെട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതിനെ കൃഷി വ്യാപനമായിട്ടാണ് നേതൃത്വം അല്ലെങ്കിൽ ഭരണസമിതി കാണുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനോ പറയാനോ മറ്റൊന്നുമില്ല. അതേസമയം തന്നെ ഇതിൽ തെല്ല് നാണം തോന്നുന്നുണ്ടെങ്കിൽ കാര്യമായ ഇടപെടലുകൾ ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റോഡ് നന്നാക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ജില്ലാ പഞ്ചായത്താണ് പ്രധാനപ്പെട്ട വിഹിതം മാറ്റിവെച്ചിരിക്കുന്നത്, 15 ലക്ഷം രൂപ. ഗ്രാമപഞ്ചായത്തിൻ്റെ 9 ലക്ഷം വേറെയുമുണ്ട്. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. മത്സര ടെൻഡർ ആവണം എന്നതിനാൽ വീണ്ടും ടെൻഡർ ക്ഷണിക്കും. വൈകാതെ തന്നെ പണി തുടങ്ങും. അപ്പോൾ വാഴ വെട്ടാമെന്നുള്ള ശരി അഭിലാൽ. എന്തായാലും അഭിലാൽ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ഒരു പരിധി വിട്ടപ്പോഴായിരിക്കും ഈ ഒരു കാര്യത്തിലേക്കൊക്കെ എത്തുന്നത്. കാരണം അവരുടെ നിത്യജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിലാണ് ഈ റോഡിന്റെ അവസ്ഥ. അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു തുറക്കട്ടെ.